ഞങ്ങളുടെ പ്രേക്ഷകർക്ക്, പീപ്പിളിലെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ വാർത്താ സ്രോതസ്സുകളിലെയും വിവരങ്ങൾ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓരോ മേഖലയിലെയും വിവരങ്ങൾ ഒപ്പിയെടുത്ത് ഈ രീതി പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചാനലുകളിലും അതുപോലെ ഓൺലൈനുകളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്താ ശകലങ്ങളുടെ സംക്ഷിപ്ത രൂപം പ്രദാനം ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. ഞങ്ങളുടെ വിവരപ്രകാരം മഹാസഖ്യം മുന്നിലാണ്, പക്ഷേ വളരെ ക്ലോസ് കണ്ടസ്റ്റാണ്. NDTV, ടൈംസ് നൗ ചാനലുകളുടെ കണക്ക് പ്രകാരം NDA സഖ്യം, മോഡി സഖ്യം മുമ്പിലാണ്. CNN, IBN പ്രകാരം ക്ലോസ് ഫൈറ്റാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഓൺലൈൻ ചാനലിൻ്റെ കണക്ക് പ്രകാരം മഹാസഖ്യം മുമ്പിലാണ്. പട്നയിലെ പ്രാദേശിക ചാനലുകളൊക്കെ പ്രകാരം നിതീഷ് കുമാറിൻ്റെ മഹാസഖ്യം മുമ്പിലാണ്. മറ്റൊരു കാര്യം, നേരത്തെ മുന്നിലായിരുന്ന പ്രേംകുമാർ BJPയുടെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. അദ്ദേഹം ഗയ സീറ്റിൽ പിറകിലാണ്. നേരത്തെ അദ്ദേഹം വളരെ മുന്നിലായിരുന്നു, ഇപ്പോൾ അദ്ദേഹം പിറകിലാണ്. ഇനി 50ഓളം സീറ്റുകളുടെ ട്രെൻഡുകൾ ഇനിയും അറിയാനുണ്ട്. അത് 4-5 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന സീറ്റുകളുടെ ട്രെൻഡാണ് ഇനി അറിയാനുള്ളത്. അല്ല, നമ്മളിവിടെ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ജയിക്കുകയില്ല, തോക്കുകയില്ല. ഇല്ല, അവിടുത്തെ യഥാർത്ഥത്തിൽ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അതെ, അല്ല ഇപ്പോൾ വരട്ടെ, വന്നു കഴിയുമ്പോൾ അല്ല ബ്രിട്ടാസ്, ഒരു സംശയം. പ്രേംകുമാർ അവസാന റിസൾട്ട് വരുമ്പോഴും ചാനലുകൾ പല റിസൾട്ട് നൽകും. അതുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ CP ഒരു താങ്കൾ ചോദ്യം വളരെ കൃത്യം. എന്താ കാരണം വെച്ചാൽ ഈ ഒരു ഇലക്ട്രോണിക് യുഗത്തിൽ ഇത്രത്തോളം വൈരുദ്ധ്യം നിറഞ്ഞ ഒരു ഇൻഫർമേഷൻ ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി, രാജേട്ട, ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി വന്നിട്ടില്ല. എന്തിനാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ഇത്രയും വലിയ ഒരുപാട് വേർട്ടിക്കൽസ് ഉള്ള പഞ്ചായത്തിൻ്റെ ചിത്രം പോലും എത്ര കൃത്യമായിട്ടാണ് ചാനൽ കൊടുത്തിരുന്നത്. അത് കണക്ക് എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പരാജയമായിട്ട് കാണണം, അല്ലെങ്കിൽ അവരുടെ ജാഗ്രതയായിട്ട് വേണം, അല്ലെങ്കിൽ ചാനലുകൾ തമ്മിൽ അടിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കാം. എന്തായാലും വേണ്ടില്ല. അല്ലെങ്കിൽ ഞായറാഴ്ച കിടക്കപ്പായിൽ നിന്ന് ആൾക്കാരെ എഴുന്നേൽപ്പിക്കാനും ഒരുപക്ഷെ ചാടിക്കാനും വേണ്ടിയായിരിക്കണം. എന്തായാലും ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഏറ്റവും സചേതനമായൊരു ദിവസമായി മാറുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു വിജയം കൂടിയാണ് ബീഹാറിലെ. BJP അധ്യക്ഷൻ അമിത് ഷായെ കാണാനായി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ അമിത് ഷായുടെ വീട്ടിലെത്തി. ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ ചുമതല ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ബീഹാറുകാരൻ, ചുമതലയുള്ള നേതാവ്. അതുകൊണ്ട് തന്നെ കൂലങ്കഷമായ ചർച്ചകൾ ദില്ലിയിൽ BJP നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞു. മഹാസഖ്യം 105, NDA 93, മറ്റുള്ളവർ 4. വളരെ രസകരമായൊരു വാർത്തയുണ്ട്. ഇന്ന് ജോർജ് കുര്യൻ LK അദ്വാനിയുടെ ജന്മദിനം കൂടിയാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയാണ്. ഒരു മനമാറ്റം വന്നോ ജോർജ് കുര്യൻ? നേരത്തെ തന്നെ എങ്ങനെയാണല്ലോ പോയി കാണാൻ. അദ്വാനിജിയോട് ഒരു സോഫ്റ്റ് കോർണർ പണ്ടുണ്ടായിരുന്നു, പിന്നീട് കളഞ്ഞു വിളിച്ചു. ഇപ്പൊ അദ്ദേഹം ഒരു ശല്യമാണെന്നാണ് KVS കാണുന്നത്. അത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് മുകുന്ദേട്ടനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ BJPയുടെ 2000 മാർക്ക് കടക്കുമായിരുന്നു അദ്ദേഹം ഒരാളോട് സ്വകാര്യം പറഞ്ഞതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിഷേധിക്കുന്നില്ലാത്തതുകൊണ്ട് അത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആണോ സാറേ? KVS ശരിയാണോ? ഇങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല. അതിനാണ് രാഷ്ട്രീയക്കാർ പറയുന്നത്. മഹാസഖ്യം 106, NDA 97, മറ്റുള്ളവർ 4. മഹാസഖ്യം 106 വരെ എത്തിയിരിക്കും. പക്ഷെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും രാജ്യത്തെ പ്രധാനപ്പെട്ട 2 ചാനലുകളായ ടൈംസ് നൗവും NDTVയും ഇപ്പോഴും NDAക്ക് പ്രകടമായിട്ട് ലീഡ് നൽകുകയാണ്. ടൈംസ് നൗവിൻ്റെ കണക്ക് പ്രകാരം 72 സീറ്റിൽ NDAയും 57 സീറ്റിൽ JDUവും, NDTVയുടെ കണക്ക് പ്രകാരം 98 സീറ്റിൽ NDAക്കും 65 സീറ്റിൽ JDUവിനും. അതെ, എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലീഡ് ഈ പറയണത്? ഇനി വരാൻ പോകുന്നതിൻ്റെയോ അവർ ഏത് ബേസിലാണത് പറയുന്നത്? എന്റെ രാജേട്ട, ഇതെനിക്ക് അവരോട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് രാജേട്ട, അതായത് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്താണ്? നമ്മുടെ പ്രേക്ഷകർ ഒരു തരത്തിലും നിരാശരാകരുത്. അവരെങ്ങോട്ട് പോകേണ്ടതില്ല. സൂപ്പർ മാർക്കറ്റാണത് വാർത്തകൾ. ഈ പീപ്പിൾ ചാനല് ഇന്ന് ഞങ്ങളുടെ വാർത്തയുടെ കാര്യത്തിൽ KVS ഒരു ശരിയായ സമീപനമല്ലേ? വാർത്തകളുടെ കാര്യത്തിൽ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് ആകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വിവരങ്ങളും കിട്ടും. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്ന ഇത്തരം ഒരു വാർത്തയാണ്. അതുകൊണ്ട് ഷാഹിദ കമാൽ നിങ്ങളുടെ സഹപ്രവർത്തകരോടും കുടുംബക്കാരോടും ഇന്ദിരാഭവനിൽ ഇന്നലെ കണ്ടുപോലെ തന്നെ പീപ്പിൾ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ. എന്നോട് VM സുധീരൻ പറഞ്ഞു അദ്ദേഹം അടുത്ത കാലത്തായിട്ട് കാണുന്ന ഏക ചാനൽ പീപ്പിൾ ആണെന്ന് പറഞ്ഞിരുന്നു. എന്നോട് കൃത്യമായി പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ വേണം. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ KVSന്റെ അനുയായികൾക്ക്, അനുഭാവികൾക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ഓൺലൈന്റെ പ്രവചനം പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ടൈംസ് ഓഫ് ഇന്ത്യ ഓൺലൈന്റെ സുപ്രധാനമായ പ്രവചനം, മഹാസഖ്യം 130 സീറ്റുകൾ കരസ്ഥമാക്കും. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിലെ
രണ്ട് സ്ഥാപനങ്ങൾ വ്യത്യസ്തമായ കണക്കുകൾ നൽകുന്നു. ടൈംസ് ഓൺലൈൻ 135 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷം മഹാസഖ്യത്തിന് പ്രവചിക്കുന്നു. രാജേട്ടാ, ഒരുപക്ഷെ പത്രക്കാരും ചാനലുകളെല്ലാം ഒരുപക്ഷെ ചോദ്യത്തിന് വിചാരണയ്ക്ക് വിധേയമാകേണ്ട നിമിഷമാണ്. ഇത് വളരെ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു പോളിംഗിനാണ്, അല്ലെങ്കിൽ വോട്ടെടുപ്പിനാണ്, അല്ലെങ്കിൽ വോട്ടെണ്ണലിനാണ് രാജ്യം പാത്രമായിക്കൊണ്ടിരിക്കുന്നത്. രാജേന്ദ്രൻ, മഹാസഖ്യം 105 സീറ്റുകൾ, മഹാസഖ്യം 106 സീറ്റുകൾ, NDA 97 സീറ്റുകൾ, മറ്റുള്ളവർ 4 സീറ്റുകൾ. മഹാസഖ്യം 106 സീറ്റുകൾ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രവചന പ്രകാരം 130 സീറ്റുകൾ വരെ ഉയർന്നേക്കാം. NDTV NDAക്ക് 30 സീറ്റിന്റെ മികവ് നൽകുന്നു. അതേപോലെ തന്നെ ടൈംസ് നൗ 20 സീറ്റിന്റെ മിഴിവ് NDAക്ക് നൽകുന്നു. ജോർജ് കുര്യൻ, ഒന്ന് ടോസ് ഇടുക, ആർക്ക് കിട്ടും? ഏത് പാർട്ടി ജയിക്കുന്നുള്ളതല്ല, ഏത് ചാനൽ ജയിക്കുന്നു അവിടെ പ്രശ്നം. അല്ല, ഇതുവരെയും ഇലക്ഷൻ കാലഘട്ടത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്, ഒപ്പീനിയൻ പോൾ. ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴും ഒപ്പീനിയൻ പോൾ വരുന്നത് എന്റെ ജോർജ് കുര്യൻ വെറുതെ അല്ല ഞാൻ CPയോട് ആദ്യം പറഞ്ഞ പത്രക്കാരെ നമ്പരുത്, ഇതും കൂടി മനസ്സിൽ കണ്ടിട്ടാ. ജോർജ് കുര്യൻ, ഇത് സംഭവിക്കുന്നത് എന്താ അറിയാമോ? എല്ലായിടത്തും വോട്ട് ഇവർ കൊടുക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ചില നിഗമനങ്ങളും അനുമാനങ്ങളും അവിടെ നിന്ന് ചോർന്ന് കിട്ടുന്നു അല്ലെങ്കിൽ ലഭിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങളും ചേർത്തിറങ്ങിയിട്ടില്ലേ? അല്ലെ KVS? അങ്ങനെയല്ലേ പത്രക്കാര്? രാജേട്ട, ആ നിലയിൽ വർക്ക് ചെയ്ത് സ്റ്റോറി അല്ലെങ്കിൽ കണക്ക് കൂട്ടിയെടുക്കാതെ ഇന്നിപ്പോൾ ചാനൽസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാരണം ആൾക്കാർ ഇരിക്കുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷണർ സൈറ്റിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സാധാരണ അവർ പിന്നാക്കം പോയി കഴിഞ്ഞാൽ ബാക്കി മറ്റു സോഴ്സുകളിൽ നിന്ന് കിട്ടാനുള്ള അവർ കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും റിസൾട്ട് പറയുമ്പോൾ വേരിയേഷൻ കോറിലേഷൻ. പക്ഷെ പ്രകടമായിട്ട് വീണ്ടും പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് രാജ്യത്തെ എല്ലാ വാർത്താ സ്രോതസ്സുകളും അല്ലെങ്കിൽ ഉത്ഭവ കേന്ദ്രങ്ങളും വളരെ വൈരുദ്ധ്യം നിറഞ്ഞ വാർത്തകളാണ് നൽകുന്നത്. ടൈംസ് നൗ 25 സീറ്റിൻ്റെ ലീഡാണ് NDAക്ക് കൊടുക്കുന്നത്. NDTV 30 സീറ്റിൻ്റെയാണ്. അതേസമയം CNN IBN ക്ലോസ് ഫൈറ്റാണ് അവിടെ വിഷ്വലൈസ് ചെയ്യുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ഓൺലൈൻ മഹാസഖ്യം നിതീഷ് കുമാറിന് ഒരു വിജയമാണ് പ്രദാനം ചെയ്യുന്നത്. ഞങ്ങളുടെ കണക്ക് പ്രകാരം ഏറെക്കുറെ മഹാസഖ്യം അല്പ എഡ്ജോട് പോകുന്നു, പക്ഷെ ക്ലോസ് ഫൈറ്റാണ്. ചാരുഭാർ രവി, താങ്കളുടെ മൗനം കൊണ്ട് ഒരു പ്രയോജനം നിതീഷ് കുമാറിനുണ്ടായോ? അല്ല, വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ മഹാസഖ്യത്തിനുള്ള വെല്ലുവിളി പ്രധാനമന്ത്രി നേരിട്ട് എന്ന് ഗ്രാമങ്ങളിൽ വോട്ടഭ്യർത്ഥിക്കുന്നു, പല പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഇത് അതിജീവിച്ചത് ഏറ്റവും വലിയ വിജയമാണ് മഹാസഖ്യം നേടുന്നത്. പക്ഷേ BJP കേന്ദ്രങ്ങൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അതായത് ഞാൻ മുഖ്യമന്ത്രി പദത്തിലേക്കില്ല എന്നും കേന്ദ്രമന്ത്രിയായിട്ടുള്ള രവിശങ്കർ പ്രസാദ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനർത്ഥം ഒരു റേസിൽ ഞാനില്ല, ഒരു മത്സരത്തിൽ ഞാനില്ല, കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും കെട്ടിയിറക്കുമോ എന്നുള്ള ആശങ്കകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഒരാൾ ജോർജ് കുര്യൻ മാറി. ഇതൊക്കെ BJP കേന്ദ്രങ്ങളിൽ ഒരുപക്ഷെ BJP ജയിച്ചേക്കുന്നുള്ള സൂചകമല്ലേ? അല്ല, അത് പറഞ്ഞില്ല, വളരെ ക്ലോസ് ആയിട്ടാണ്. 105-100 മഹാസഖ്യം 105, NDA 100, മറ്റുള്ളവർ 4. കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, ലാലു പ്രസാദ് യാദവിന്റെ 2 മക്കളും പിറകിലാണ്. വളരെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് LK അദ്വാനിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന് മൻമോഹൻ സിംഗ് എന്നല്ല, ക്ഷമിക്കണം, നരേന്ദ്രമോദി LK അദ്വാനിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന് ജന്മദിന. അത് ഒന്നുമല്ല പേടിക്കേണ്ടത്, ഷാഹിദ കമാലിന്റെ മുഖത്തൊരു ചിരി വരാൻ വേണ്ടിയിട്ട് നരേന്ദ്രൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടല്ല. ജന്മദിനത്തിന് ആർക്കും ആരെയും വീട്ടിൽ പോയി ആശംസിക്കാമല്ലോ, അതിനകത്തൊന്നും രാഷ്ട്രീയം ഇല്ലല്ലോ. അല്ല, അതല്ല, ഒരു പക്ഷേ ഇതൊക്കെ ഷാഹിദ കമാൽ മനസ്സിലാക്കേണ്ട ഡൽഹി രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള കൂടിക്കാഴ്ചകളൊക്കെ വളരെ പ്രസക്തമാണ്. ഇല്ലേ രാജേട്ടൻ? ഡൽഹി രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള ഇഫ്താർ, വിരുന്നുകള്, കൂടിക്കാഴ്ചകള്, ആരെങ്ങോട്ട് പോകുന്നു, ഒരു പൂച്ചണ്ട്, പൂവ്, ചിരിയെ. കൂടെ അമിത്ഷായും രാംലാലും BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി രാംലാലും ഉണ്ട്. ഒരുപക്ഷെ നരേന്ദ്രമോദി ബീഹാറിൽ ജയിക്കുമെന്നുള്ള ഒരു പ്രതീതിയിലാണ് പോയതെങ്കിൽ LK അദ്വാനിയോട് പറയേണ്ടത് നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ടാണ് വിജയം ഉണ്ടായതെന്നും കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയായിരിക്കും KVS. മുമ്പ് ഗുജറാത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കേശുഭായ് പട്ടേൽ മോഡിക്കെതിരായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നേരെ മോഡി പോയത് കേശുഭായ് പട്ടേലിന്റെ വീട്ടിൽ ലഡുവുമായിട്ടാണ്. ഓർമ്മയുണ്ടോ? അതെ അതെ. അല്ല, ഈ KVS BJP വിരുദ്ധനാണെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതുവരെയുള്ള എല്ലാ ജന്മദിനത്തിനും നരേന്ദ്രമോദി അദ്വാനിജിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പോകും. അടൽജിയുടെ ജന്മദിനത്തിനും എല്ലാ നേതാക്കന്മാരും പോകും. എനിക്കറിയാം ജോർജ് കുര്യന്റെ പ്രശ്നം എന്താണ്. കാരണം വെച്ചാൽ മുരളീധരന് പകരം PP മുകുന്ദനെ കൊണ്ടുവന്ന് BJPയുടെ മുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി
KVS ശ്രമിക്കുന്നതിന്റെ ഒരു കിരീരിപ്പാണ് താങ്കളുടെ വാക്കുകൾ. അല്ല, KVS അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെ ശ്രമിക്കുന്നില്ല. KVS ശ്രമിക്കുന്നു എന്ന് ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞില്ലേ? അദ്ദേഹം പറയട്ടെ, മൗനത്തിലൂടെ പറഞ്ഞില്ലേ? എന്താ ജോർജ്, ഇത് കൂടുതൽ എന്ത് ഭാഷ നിങ്ങൾക്ക് വേണ്ടത്? ജോർജ് കുര്യ വെറുതെ അതായത് ലാലു പ്രസാദ് യാദവിന്റെ 2 മക്കളും പിന്നിൽ. ഒരുപക്ഷെ പരമേശ്വര, താങ്കളുടെ ഇളം കവളിൽ ഒരുപക്ഷെ ഒരു സന്തോഷം വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുടുംബ സൂചകങ്ങളൊക്കെ പരാജയപ്പെട്ടാലും പ്രശ്നമില്ല എന്നുള്ളത്. അല്ല, കുടുംബാധിപത്യം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സാധനമല്ല. രാഷ്ട്രീയത്തിൽ ഒരിക്കലും അത് പ്രോത്സാഹിക്കപ്പെടരുത്. ബീഹാറിലെ ജനങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ട് അതിന് സ്വാഗതം ചെയ്യാം. CP ലാലുവിന് 2 മക്കളും പിന്നിൽ, എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം ആദ്യം വരുന്നത്? അല്ല, അത് ലാലുവിന് ഇപ്പോഴത്തെ മഹാസഖ്യത്തില് നിതീഷിന് ഇതാദ്യമായിട്ട്, മുമ്പൊക്കെ ലാലുവിന്റെ പാർട്ടിക്കായിരുന്നു ബീഹാറിൽ കഴിഞ്ഞ ഒറ്റ ചോദ്യം, ലാലുവിന്റെ 2 മക്കളും പിന്നിലാന്നുള്ള വാർത്തയോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അത് പ്രതീക്ഷിച്ചതാണ്, ഒരു ഏറെക്കുറെ പ്രതീക്ഷിച്ചതാണ്. ഒരുപക്ഷെ നന്നായി എന്ന് പറയുന്നോ മോശമായി എന്ന് പറയുന്നു? പരമേശ്വരൻ നന്നായി എന്ന് പറയുന്നു. അല്ല, അത് ഈ മക്കൾ വായിച്ച ഇല്ലാതാകുന്നത് നല്ലതാണ്. പക്ഷേ ഇവിടെ ഈ മഹാസഖ്യത്തിലെ ഒരു പാർട്ടി പോകുന്നത് രാഷ്ട്രീയം ഉണ്ടല്ലോ. വേറെ ഒന്ന് ചൂണ്ടിക്കാണിക്കുള്ളത്, സീമാഞ്ചലിൽ ഒവൈസിയുടെ AIMIM 1 സീറ്റിൽ മുന്നിൽ ആണ്. KVS അമിത്ഷായുടെ സ്ട്രാറ്റജി വിജയിക്കുകയാണ്. അതായത് മഹാസഖ്യം ലീഡ് 114, NDA 100, മറ്റുള്ളവർ 4. ഒരുപക്ഷെ അല്പം ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഞങ്ങളെ തന്നെ ഒരുപക്ഷെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള ട്രെൻഡുകളാണ് വരുന്നത്. വീണ്ടും പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്, ഓരോ വാർത്താ ചാനലുകളും വ്യത്യസ്തമായ രീതിയിലാണ് ബീഹാർ ഇലക്ഷനെ സമീപിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 3 ചാനലുകൾ, 2 ചാനലുകൾ BJP സഖ്യത്തിന് ലീഡ് നൽകുമ്പോൾ 1 ചാനൽ CNIBN മഹാസഖ്യത്തിന് ലീഡ് ചെയ്യുന്നു. അതേസമയം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ മഹാസഖ്യത്തിന് ലീഡ് നൽകുന്നു. ബീഹാറിലെ പ്രാദേശിക ചാനലുകൾ എല്ലാം തന്നെ മഹാസഖ്യത്തിൽ ലീഡ് നൽകുന്നു. എന്താണ് ജോർജ്, വെള്ളരിക്കപ്പെട്ടനായോ നമ്മുടെ രാജ്യം? അല്ല, അത് നിങ്ങൾ ചാനലുകാരാ പറയേണ്ടത്. ഇനിയിപ്പോൾ ഇത് തുടക്കമായിരിക്കും. ഇനിയുള്ള എല്ലാ ഇലക്ഷനിലും ഇതുപോലെ മാർക്കറ്റ് ചെയ്യും. എവിടെയാണോ കൂടുതൽ സാധിക്കുന്നത് അങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ചാനലുകൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇത് ചാനലുകളുടെ മാർക്കറ്റിംഗ് തന്ത്രം അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇതൊരു ദുസൂചനകൾ ഒരുപാടില്ലേ ജനങ്ങൾക്കറിയാനുള്ള അവകാശത്തെ നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് വിലയിരുത്തി കച്ചവടം നോക്കും. ചെയ്യല്ലേ? ഒരുപാട് ദുസൂചനകൾ അതിനകത്തില്ലേ? ഇപ്പോൾ ഹിന്ദി ചാനലുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ എന്താ വസ്തുത എന്ന് ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ അറിയോ? ബീഹാറി പ്രാദേശിക ചാനലുകൾ മഹാസഖ്യത്തിനാണ് മേൽക്കി പ്രവചിക്കുന്നത്. പക്ഷേ വീണ്ടും പറയുന്നു, ടൈംസ് നൗ NDTV ഞങ്ങളുടെ സോഴ്സ് പ്രകാരം NDA സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്ന് പ്രവചിക്കുന്നു. പ്രവചനം കൂടിയുണ്ട്, അതായത് അതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതായത് ലീഡ് വെച്ചിട്ട് JDU 20 സീറ്റിൽ പുറകിലാണ് എന്ന് ടൈംസ് നൗ വ്യക്തമായി പറയുന്നു. 20 സീറ്റിന്റെ ക്യാപ്പ്. ഇലക്ഷൻ കമ്മീഷൻ സോഴ്സ് ആയിരിക്കും. അതേസമയം KVS 30 സീറ്റിന്റെ ക്യാപ്പാണ് NDTV കൊടുക്കുന്നത്. 30 സീറ്റിന്റെ ക്യാപ്പ്. അതേസമയം CNIBN മഹാസഖ്യത്തിന് എഡ്ജ് കൊടുക്കുന്നു. ഷാഹിദ കമാലിന്റെ പാർട്ടി കോൺഗ്രസ് 3, മഹാസഖ്യം 115, NDA 100, മറ്റുള്ളവർ 3. ഈ 115 110 ഷാഹിദ കമാലിന്റെ പാർട്ടിക്ക് 5 സീറ്റിൽ ലീഡ് കിട്ടിയില്ലായിരുന്നു. 4 എന്നുള്ളത് 5 ആക്കുന്നു ഷാഹിദ. ആശ്വാസമാണ്. ഓ, ബീഹാർ ഭരിച്ചിരുന്നൊരു പാർട്ടി പറയാണ് 5 സീറ്റ് കിട്ടിയാൽ ആശ്വാസമാണ്. അതല്ല, യാഥാർത്ഥ്യം മറച്ചു വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. 25 വർഷമായിട്ട് ഭഗവത് ജാ ആസാദ് അവസാനത്തെ ഭഗൽപൂർ റൈറ്റ്സിനോട് ചേർന്നിട്ട് പോയ ശേഷം കോൺഗ്രസ് അദ്ദേഹത്തിന്റെ മകനും BJPയിലേക്ക് എത്തി. കീർത്തി ആസാദ് BJPയുടെ MP ആയിരുന്നു. മന്ത്രിയല്ലേ ഇപ്പോൾ? ഡൽഹിയിലെ MLA ആയിരുന്നു ഒരിക്കൽ. വളരെ സുപ്രധാനമായിട്ടൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഒരുപക്ഷെ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതല്ല. മാനന്തവാടിയിൽ DCC സെക്രട്ടറി പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. മാനന്തവാടിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി കോൺഗ്രസിന്റെ ഓഫീസിൽ PV ജോൺ കോൺഗ്രസ് ഓഫീസിൽ തൂങ്ങി മരിച്ചു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ 4ാം സ്ഥാനത്തേക്ക് പോയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ബീഹാർ തെരഞ്ഞെടുപ്പിനിടയിൽ കേവലം 34 വോട്ട് മാത്രം വാങ്ങി 4ാം സ്ഥാനത്തേക്ക് പോയതിൻ്റെ
മനസ്താപത്താൽ DCC സെക്രട്ടറി PV ജോൺ മാനന്തവാടിയിൽ കോൺഗ്രസ് ഓഫീസിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഒരുപക്ഷെ സംസ്ഥാനം പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒരു വലിയ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകില്ല എന്നുള്ള ശ്രീ രാജനെ പോലുള്ള ആൾക്കാർ നിഗമനങ്ങളെ കാട്ടിൽ പറത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ, അതും ഒരു DCC സെക്രട്ടറി, മനസ്താപത്താൽ പരാജയത്തിന്റെ ആഘാതത്തിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു. ഷാഹിദ കമാൽ, ക്വിക്കായിട്ട് പറയൂ. വളരെ വേദനയോടെയാണ് ഞാൻ ആ വാർത്ത ശ്രവിച്ചത്. ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അത്തരം ഒരു ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മാനസിക കരുത്ത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാകണം എന്നാണ് എത്രയോ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ ഷാഹിദ കമാൽ പയറുമണി പോലെ ഇവിടെ ഇരിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും അങ്ങനെ ശരിയല്ലേ? താങ്കൾക്ക് വ്യക്തിപരമായ എത്രയോ ട്രാജഡികൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയ ജീവിതത്തിലും ഒരുപക്ഷെ അവരുടെ കുടുംബജീവിതത്തിലും ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ പിടിച്ചു നിന്ന രാഷ്ട്രീയക്കാരുള്ള ഈ സംസ്ഥാനത്ത് ഒരു DCC സെക്രട്ടറി ഒരു പരാജയത്തിന്റെ പേരിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ആദ്യമായി. പരാജയം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കാണേണ്ടതേ. നരേന്ദ്രൻ, ഒരുപക്ഷെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നമ്മുടെ തന്നെ ഈ പറഞ്ഞ പ്രതിപാദനങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. രാഷ്ട്രീയ കേരളം ഒരുപക്ഷെ അന്താളിക്കുന്ന ഒരു വാർത്താ ശകലമാണ് മാനന്തവാടിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ജോൺ ആയാലും ഷാഹിദ കമാൽ അല്ലെങ്കിൽ രവിചേട്ടൻ ആരായാലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നിങ്ങളുടെ അനുമതിയോട് കൂടിയിട്ട് ബീഹാറിൽ നിന്ന് ഒന്ന് വേണമെങ്കിൽ നമുക്ക് വയനാടേക്ക് പോകേണ്ടതുണ്ട്. വലിയൊരു ദാരുണമായിട്ടുള്ള ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടറിലേക്ക് പോകേണ്ടതുണ്ട് ഈ സമയത്ത്. അനൂപ് മാനന്തവാടി നഗരസഭയിലെ പുത്തൻപുര ഡിവിഷനിൽ മത്സരിച്ച PV ജോൺ ആണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വിവരം പുറത്തറിയുന്നത്. 36 വർഷത്തോളം മാനന്തവാടി ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിരുന്നു അദ്ദേഹം. ഇവിടെ മാനന്തവാടിയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു. ജില്ലയിൽ DCC ജനറൽ സെക്രട്ടറിയാണ്. ആദ്യം PV ജോണിന് മാനന്തവാടിയിൽ നേതൃത്വം സീറ്റ് നിഷേധിച്ചിരുന്ന സംഭവം ഉണ്ടായിരുന്നു. പിന്നീടാണ് പുത്തൻപുരയിൽ മത്സരിപ്പിച്ചത്. എന്നാൽ ചില നേതാക്കൾ ഇടപെട്ട് ഇവിടെ കോൺഗ്രസ് റിബലിനെയും മത്സരിപ്പിച്ചിരുന്നു. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഇവിടെ മത്സരിച്ചു. ഏതായാലും ഫലം പുറത്തു വന്നപ്പോൾ 34 വോട്ടുകൾ മാത്രമാണ് PV ജോണിന് ലഭിച്ചത്. PV ജോൺ നേടിയത്. UDFന്റെ ഉറച്ച പുത്തൻപുര ഡിവിഷനിൽ കാലങ്ങളായി ജയിക്കുന്നതും UDF ആണ്. എന്നാൽ കോൺഗ്രസ് റിബലിനെയാണ് ഇവിടെ നേതൃത്വം മത്സരിപ്പിച്ചത്. ഇതിൽ PV ജോണിന് വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ. അനൂപ് ഇതിനോട് അവിടുത്തെ നേതാക്കൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? അനൂപ്, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അനൂപിന്റെ ഫോൺ വിച്ഛേദിച്ചിരിക്കുന്നു. ഒരുപക്ഷെ KVS ഇതുപോലൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം 36 വർഷം മെമ്പറായിരുന്നു. 36. ഷാഹിദ കമാൽ, ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഡീജനറേഷൻ ആണോ? അതായത് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഇതുപോലെ അവഹേളിച്ചതിന് പ്രത്യാഘാതമാണോ? 34 വോട്ട് മാത്രം ഒരു പാർട്ടി നൽകി അദ്ദേഹത്തെ അവഗണിച്ചിരിക്കുന്നു ഒരു DCC സെക്രട്ടറി. അതിനൊരു പരിഹാരം ഇതായിരുന്നില്ല. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവമായി പാർട്ടി എടുക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും വേണമെന്നുള്ളതാണ് എനിക്ക് ഇതുപോലെ കാലുവാരുന്നവരെ പിന്നീട് ആശ്ലേഷിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സമീപനം മാറ്റേണ്ട സമയമായോ? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ അതിനൊരു പരിഹാരം ഇതായിരുന്നില്ല എന്ന് ഇപ്പോഴും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിഹാരമില്ല. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനുഷ്യന്മാരാണല്ലോ, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ അങ്ങനെ ചെയ്യാൻ തോന്നി. എന്താ കാരണം വെച്ചാൽ 36 വർഷമായിട്ട് ആ സമൂഹത്തിൽ ഒരു സ്ഥാനമുള്ളൊരു വ്യക്തി ഒരു പരിഹാസ കഥാപാത്രമാകുമ്പോൾ, അവഹേളനത്തിന്റെ കേന്ദ്രബിന്ദുവാകുമ്പോൾ, ഒരുപക്ഷെ മരണമാണ് ഒരു അഭയമെന്ന് അദ്ദേഹം വിചാരിച്ചു പോയാൽ മനുഷ്യന്റെ വളരെ അതിലോലമായിട്ടുള്ള മാനസികാവസ്ഥയിൽ സംഭവിച്ചു പോയേക്കാവുന്നൊരു ദുരന്തമാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരുപക്ഷെ ഈ നിലവിലുള്ള പ്രവർത്തന രീതിയോടുള്ള പ്രതിഷേധമായിരിക്കാം ഒരുപക്ഷെ ജോൺ തന്റെ ആത്മഹത്യയിലൂടെ കാണിച്ചിട്ടുണ്ടാവുക. ഷാഹിദ പറയൂ. ഷാഹിദ, തെളിച്ചു പറ. എന്താണ് അങ്ങനെ അദ്ദേഹം ചെയ്യാനുണ്ടായ ഒരു പ്രചോദനം എന്നുള്ളത് നമ്മൾ ആ കാരണം നമുക്ക് വ്യക്തമായിട്ടില്ല. ഇപ്പൊ കാരണം വളരെ വ്യക്തമായി 34 വോട്ട് 4ാം സ്ഥാനത്തേക്ക് റിബലുകളെ നിർത്തി കോൺഗ്രസ് അദ്ദേഹത്തെ അവഹേളിച്ചു. എത്രയോ കാലമായിട്ട് ജനപ്രതിയായിരുന്ന ഒരു വ്യക്തി കോൺഗ്രസ് ഓഫീസിൽ വന്ന് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട്. അല്ല, തീർച്ചയായിട്ടും അനൂപ്, എന്താണ് വിശദാംശങ്ങൾ? ഇതിനോട് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ. ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നൊരു വിശദമായ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും വയനാട്ടിലെ ജില്ലാ കോൺഗ്രസ് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സംഭവം. നേരത്തെ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിൽ അദ്ദേഹത്തിന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കോൺഗ്രസ് തന്നെ ചതിച്ചുവെന്ന് അടുപ്പമുള്ളവരോട് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും മാനന്തവാടി
ബ്ലോക്ക് ഓഫീസിനകത്താണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് വയനാട് ജില്ലാ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നത്. മാനന്തവാടി നമുക്കറിയാം, മാനന്തവാടി നഗരസഭ ആയതിനു ശേഷം അതിനു മുൻപ് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് UDF ആണ്. UDFന്റെ ഉറച്ച സീറ്റുകളിൽ ഒന്നാണ് പുത്തൻപുര. ഇവിടെ ആദ്യം UDF ആണ് നേരത്തെ തന്നെ വിജയിച്ചു വരുന്ന ഒരു വാർഡ്. ഇവിടെ ആദ്യം PV ജോണിന് സീറ്റ് നിഷേധിക്കുന്ന ഒരു നിലപാട് നേതൃത്വം സ്വീകരിച്ചു. ഇതിനുശേഷം നീക്കുപോക്കുകൾ നടന്നു. ഇതിനുശേഷമാണ് PV ജോൺ ഇവിടെ മത്സരിച്ചത്. എന്നാൽ കോൺഗ്രസ് റിബലിനെ മത്സരിപ്പിക്കുകയായിരുന്നു നേതൃത്വം. പ്രത്യക്ഷത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ റിബലിന് വേണ്ടി പ്രവർത്തിച്ചു. മറ്റൊരു സ്വതന്ത്രൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. UDFന്റെ ഉറച്ച മണ്ഡലത്തിൽ ഈ സ്വതന്ത്രനാണ് വിജയിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ ജോർജ് കുര്യൻ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നൽകേണ്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൺട്രോൾ റൂം പ്രത്യേകം ശ്രദ്ധിച്ച് ഈ വാർത്ത കൊടുക്കുമെന്ന് ഉദ്ദേശിക്കുന്നു. അതേസമയം നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം മഹാസഖ്യം 121 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. NDA 101. അതെ, മഹാസഖ്യം 120, NDA 101, മറ്റുള്ളവർ 3. പക്ഷെ സമ്മിശ്രമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ടൈംസ് നൗ NDTVയും സിസ്റ്റമാറ്റിക് കൺസിസ്റ്റന്റ് ആയിട്ട് NDAക്ക് ലീഡ് കൊടുക്കുന്നു. ഒരുപക്ഷെ ബീഹാർ ഇലക്ഷന് ശേഷം ഇലക്ഷന് ഇടയിൽ വന്നിരിക്കുന്ന ഒരു ദാരുണമായ വാർത്തയാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകർക്ക് പകർന്നു നൽകിയത്. ഒരു DCC സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പരാജയത്തെ മുൻനിർത്തി പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു. ആ വാർത്ത കൂടി ഒരുപക്ഷെ ഇതിനോടൊപ്പം ചേർക്കേണ്ടതുണ്ട്. അതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഈ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപാട് അപാകത സംഭവിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പരാജയത്തിന് ഒരു കാരണമായി ഇന്നത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു. സൂചനകളാണ്. പക്ഷെ നിങ്ങൾ KPCC ഓഫീസ് എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ കവാത്ത് മറക്കും. ഒരിക്കലുമില്ല. ഇതൊക്കെ ഞങ്ങൾ എക്സിക്യൂട്ടീവിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇപ്പൊ എല്ലാ വിഷയങ്ങളും ഇന്നേ വരെ ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് വിജയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാളെ ഇന്നേ വരെ കോൺഗ്രസ് നേതൃത്വം പുറത്തു നിർത്തിയിട്ടുണ്ടോ? ഇന്നേ വരെ ഇല്ല. ഇന്നേ വരെ ഷാഹിദ് കമാൽ പതിറ്റാണ്ടുകൾ എങ്ങനെയാണെന്ന് പാർട്ടി പ്രസിഡന്റ് രാജിവെച്ച് പോയയാളെ പിടിച്ച് പിന്നാലെ രണ്ടാമത്തെ ദിവസം പാർട്ടി പ്രസിഡന്റ് ആക്കുന്ന ഒരു പാരമ്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. മെമ്പർ അല്ലാത്തവരാണ് പ്രസിഡന്റ് ആവുന്നത്. ഷാഹിദ് കമാൽ, അതായത് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ഡീജനറേറ്റ് ചെയ്യപ്പെട്ടു, ഇൻവെർട്ടർ കോമ എന്നുള്ളൊരു പ്രതീകം കൂടാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി 34 വോട്ട് മാത്രം ശർബാർ രവി പൊതുവെ JDU കോൺഗ്രസ് സഖ്യം യൂറോപ്പിൽ അതും സിറ്റിംഗ് സീറ്റിൽ അല്ലല്ല. ഇപ്പൊ അവിടെ പറഞ്ഞ നമ്മൾ കേട്ടല്ലോ, അദ്ദേഹം നേരത്തെ മത്സരിച്ചിരുന്ന സീറ്റ് അല്ല അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിന് വേറൊരു സീറ്റാണ് കൊടുത്തിരുന്നത്. സിറ്റിംഗ് സീറ്റ് അല്ലല്ല, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്. നമ്മുടെ കണക്കുകൾ ബീഹാറിലേക്ക് പോകണം. നമുക്ക് ഒരു പക്ഷേ ഈ ദുരന്തത്തെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പിന്നീട് നൽകുന്നതാണ്. മഹാസഖ്യം ലീഡ് കൂട്ടിയിരിക്കുന്നു. 121, NDA 102. വളരെ അത്ഭുതകരമായിട്ട് ടൈംസ് നൗവിന്റെ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നു. 89 NDAക്ക്, 82 മഹാസഖ്യത്തിന്. പക്ഷെ NDTV ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ്. താങ്കൾ NDTV മാത്രമേ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇതിനെ ഒരു തുറന്ന മനസ്സോട് കൂടിയാണ് കാണേണ്ടത്. കാരണം ഇത് രാഷ്ട്രീയ ഒരു മത്സരം നടന്ന അവിടെയാണ്. അവിടുത്തെ റിസൾട്ടാണ് അറിയേണ്ടത്. ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ റിസൾട്ടാണ് അറിയുന്നത്. ആര് ജയിച്ചാലും അംഗീകരിക്കണം, അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. പക്ഷെ ഇപ്പോഴ് ഞങ്ങളുടെ കണക്ക് പ്രകാരം 125ലേക്ക് കൺട്രോൾ റൂം 125ലേക്ക് മഹാസഖ്യം പോകുന്നു. 126ലേക്ക് കൺട്രോൾ റൂം 126ലേക്ക് മഹാസഖ്യം ഇഴഞ്ഞു നീങ്ങുന്നു. 126ലേക്ക് മഹാസഖ്യം പോകുന്നു. 126ലേക്ക് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ഒരുപക്ഷെ ഞങ്ങളോടൊപ്പം മഹാസഖ്യത്തിന്റെ വിജയം പ്രവചിക്കുന്നത് CNIBN മാത്രമാണ്. ഇത് 91 ഈ പറയുന്നിടത്ത് ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ 91, NDA 91. അതെ, എന്തായാലും ഞങ്ങളുടെ ഗ്രാഫിക്സ് പ്രകാരം ഒരു വലിയ വടംവലിയാണ്. വേണം ഇവിടെ ഒന്ന് ഇട്ട് കാണിക്കാൻ വേണം. ഇവിടെ ഒന്ന് ഇട്ട് കാണിക്കുക. അതായത് ഞങ്ങൾ എങ്ങനെയാണ് ഈ സമയത്തെ ഈ ജനവിധിയെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. വരില്ല. അതായത് അവിടെ കാണാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞങ്ങൾ കാണിക്കുന്നതാണ് വലിയൊരു കടുത്ത വടംവലിയിലേക്ക് പോകുന്നു. അല്ല, ഇപ്പൊ ഇതനുസരിച്ച് വേണമെങ്കിൽ ഷാഹിദ കമാലിനെ അഭിനന്ദിക്കാം, കൈരളിയുടെ അനുസരിച്ച് അല്ലേ? അതാണ് അവസ്ഥ. ഞാൻ ഇവിടെ വന്ന് കയറി ആദ്യം തന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് NDAക്ക് ലീഡ് കണ്ടോണ്ടാ വന്നത്. ജോർജ് കുര്യൻ, നിങ്ങൾക്കൊരു കാര്യം അറിയാലോ, ബ്രിട്ടാസോ അല്ലെങ്കിൽ പീപ്പിളോ ഇത് സംബന്ധിച്ച് ഒരു തരത്തിലും ഒരു അതിശോക്തിപരമായിട്ടുള്ള ശകലം കൊടുക്കില്ല. ഞാൻ പറഞ്ഞത് മാത്രമല്ല, വസ്തുനിഷ്ഠമായി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഏത് ചാനൽ കാണിക്കുന്നതിനേക്കാളും ഒരു ധാർമ്മികത അക്കാര്യത്തിൽ ഞങ്ങൾ കാണിക്കും. ചർച്ചയിലാണെങ്കിൽ വേണ്ടില്ല,
ഇങ്ങനെയുള്ള വാർത്തകൾ സംവേദനം ചെയ്ത കാര്യത്തിലാണെങ്കിൽ വേണ്ടില്ല. രാഷ്ട്രീയം എന്നുള്ളത് KVS ഞങ്ങൾക്കെല്ലാം ഉള്ളിലുള്ള കാര്യമാണ്. അത് ഒരുപക്ഷെ നമ്മുടെ പ്രൊഫഷനുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. ഈ കണക്കനുസരിച്ച് ഇത് ബീഹാറിൽ ഇതാ മഹാസഖ്യത്തിന്റെ ആഹ്ലാദ പ്രകടനം. മഹാസഖ്യത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ള സംഭവബഹുലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ NDA വിജയിക്കുന്നതായിട്ട് പോലും പ്രഖ്യാപിച്ച ടൈംസ് ഓഫ് ഇന്ത്യ ഒരു കേവലം ഭൂരിപക്ഷം ടൈംസ് ഓഫ് ഇന്ത്യ ഓൺലൈൻ അതാ ഉദ്ദേശിക്കുന്നത്. അതേസമയം ടൈംസ് നൗവിൽ ഇപ്പോഴും NDAക്കാണ്. ടൈംസ് ഓഫ് ഇന്ത്യ 122. ഒരു മാറ്റവും NDTVക്ക് ഉണ്ടായിട്ടില്ല. അചഞ്ചലമായിട്ട് NDTV NDAയുടെ മേൽക്കൈ. ഞങ്ങളുടെ കണക്ക് പ്രകാരം കേവല ഭൂരിപക്ഷത്തിലേക്ക് മഹാസഖ്യം എത്തുന്നു. സമ്മിശ്രമായിട്ടുള്ള പ്രതികരണം. രാജേട്ടാ, ഒരുപക്ഷെ ഇത് എന്തോ ഒരു കോൺസ്പിറസി ഉണ്ട് ഇതിനകത്ത്. ഇല്ല, മോഡിയെ മുഖ്യമന്ത്രിയായിട്ട് പ്രധാനമന്ത്രിയായിട്ട് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അത് മാത്രമേ അറിയുള്ളൂ. അത് നിങ്ങൾക്ക് ദഹിക്കാത്തതിന്റെ പ്രശ്നം എനിക്കോ പൊതുവെ ചാനലുകളും ഈ പാർട്ടിക്കാരും സീമയുടെ പാർട്ടിക്കാരും എല്ലാം പോയി. രാജേട്ടൻ ഇവിടെ ആരും പ്രധാനമന്ത്രി ആരും മുഖ്യമന്ത്രി രാജേട്ടൻ ഒരു പക്ഷേ വേറൊരു ലെവലിലേക്ക് അത് ട്രാൻസ്ഗ്രസ് ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, വീസ കൊടുക്കരുതെന്ന് കമ്പി അടിച്ചവരൊക്കെയാണ് നിങ്ങൾ. എന്നാ ഇത് യാഥാർത്ഥ്യമില്ലാത്ത ബോധമില്ലാതെ പൊളിറ്റിക്സ് അങ്ങനെ മാറിമറിയും. KVS അതല്ല, നമ്മളിപ്പോൾ ഒരു സംയമനത്തോടെ കാര്യങ്ങളെ കാണുമ്പോൾ ബീഹാർ എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക പോരാട്ട കളമായിരുന്നു. പാടലിപുത്രം എന്ന് പറയുന്നത് എന്താണ് പോരാട്ടപുത്രം എന്ന് പറയാവുന്ന ഇതായിരുന്നു. നമ്മുടെ ഇപ്പോൾ പത്മകുമാറുണ്ട്. പത്മകുമാറെ നല്ല സമയത്തല്ല താങ്കൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഇതിപ്പോ 125 അതെ. പക്ഷേ ഒരുപക്ഷെ ചാനലുകളിലും ഒരു മനമാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും NDTV ആദ്യമായിട്ട് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി 108 BJP സഖ്യത്തിന് 93 ഫിൽ ചെയ്ത് വരുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ മുമ്പോട്ട് പോയത് കൊണ്ടാണോ ഈ ചാനലുകൾ പുറകോട്ട് പോയത് കൊണ്ടാണോ അവര് 112-91 എങ്കിൽ പോലും രാജേന്ദ്രൻ ടൈംസ് നൗ ഇപ്പോഴും 9 സ്ഥാനത്തിന്റെ വ്യത്യാസം NDAക്ക് അനുകൂലമായിട്ടുണ്ട്. വളരെ സമ്മിശ്രമായിട്ടുള്ള സമ്മിശ്രമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളും നിലപാടുകളും അതോടൊപ്പം തന്നെ വിവരങ്ങളുമാണ് പ്രവഹിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ എല്ലാ ആകത്തുകയും സംശീകരിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ അനുമാനപ്രകാരം 243 അംഗ സഭയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് നിതീഷിൻ്റെ സഖ്യം ഇഴഞ്ഞു പോകുന്നു. പക്ഷേ ഇപ്പോഴും അവസാന വാക്ക് പറയാറായിട്ടില്ല. ഇത് ട്രെൻഡ് മാത്രമാണ്. അതേസമയം രാജ്യത്തെ പാതിയോളം ചാനലുകൾ NDA സഖ്യത്തിന് ഒരു ലീഡ് ഇപ്പോഴും നിലനിർത്തുന്നു. ബീഹാറിലെ പ്രാദേശിക ചാനലുകൾ മഹാസഖ്യത്തിന് ലീഡ് നൽകുന്നു. അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിൽ RJD പ്രവർത്തകർ അവിടെ ആഹ്ലാദ പ്രകടനവും നടത്തുന്നു. പത്മകുമാർ, പെട്ടെന്ന് ക്വിക്കായിട്ട് എന്താണ് ഒരു പ്രവചനം? താങ്കൾ ഡൽഹിയിലേക്കും അല്ല പട്നയിലേക്കും 2 ഫോൺ കോളുകൾ ചെയ്ത ശേഷമാണ് ഇവിടെ വന്നിരുന്നത്. ആ 2 ഫോൺ കോൾ താങ്കൾക്ക് മനസ്സിലായതെന്നാണ്? NDA ഉറപ്പല്ലേ? പത്മകുമാറെ, തിരുവനന്തപുരത്ത് ചക്ക കിട്ടുമ്പോൾ മുതൽ കിട്ടിയാൽ അവിടെ എല്ലാം കിട്ടുന്നുണ്ടോ? ചക്കയും അരിക്കലും ചക്കയും പോയാലും അല്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ PP മുകുന്ദനായിരുന്നു പാർട്ടിയുടെ അധ്യക്ഷനെങ്കിൽ അത് ഉദ്ദേശം എനിക്ക് മനസ്സിലായി. 127-92 ഇവിടെ JDUവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ RJD പിടിച്ചു. RJD പിടിച്ചതായാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. 127 മഹാസഖ്യം. എന്റെ ശബ്ദം തന്നെ പോയിരിക്കുകയാണ്. ഒരുപക്ഷെ അടിയന്തര BJP യോഗം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പട്നയിൽ അമിത്ഷാ വിളിച്ചു ചേർത്തിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ നേതാവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണോ അതെയോ പരാജയം വിലയിരുത്താൻ വേണ്ടിയാണോ? KVS എന്തായിരിക്കും KVS ഒന്ന് മൗനം ആണോ? BJPയുടെ സംഘടനാ രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോഴേ വിളിക്കണോ? നേരത്തെ നിശ്ചയിച്ചതായിരിക്കും. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ചേർന്നല്ലോ. ഈ ഡേറ്റ് ഒക്കെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഒഫീഷ്യലായിട്ട് ഇപ്പൊ പുറത്തേക്ക് വിട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറം ഒന്നും പ്രാധാന്യം ഉണ്ടാവണമെന്നില്ല. പിന്നെ അമിത്ഷാ അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് കൂടി ആലോചിക്കണം. പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒരു ത്രില്ലറിന്റെ സമാനമായിട്ടുള്ള ജനവിധിയാണ്
ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു ത്രില്ലർ. 130, മഹാസഖ്യം 130, LDA 91, മറ്റുള്ളവർ 7. ഒരു തരത്തിലും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സമ്മിശ്രമായിട്ടുള്ള വിവരങ്ങൾ. പക്ഷെ ഞങ്ങൾ സ്റ്റഡി ആയിട്ട് പീപ്പിൾ സ്റ്റഡി ആയിട്ട് ഞങ്ങൾ മഹാസഖ്യത്തിന് ലീഡ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.